തീരദേശത്തെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമാണ് ആധുനിക രീതിയിലുള്ള മിനി സ്റ്റേഡിയം വേണമെന്നുള്ളത്. കായിക പ്രേമികളുടെ ആവശ്യം പരിഗണിച്ച് തിരൂരിന്റെ തീരദേശ പഞ്ചായത്തായ വെട്ടം പഞ്ചായത്തിൽ മംഗലം പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശവും ഉൾപ്പെട്ടിരുന്ന 1990 കാലഘട്ടത്തിലാണ് സ്റ്റേഡിയം അനുവദിക്കുന്നത്. ഞാൻ ബൈജു അരിക്കാഞ്ചിറ. വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1990 കാലയളവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CMT അബ്ദുറഹിമാന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് സർക്കാരിനോട് സ്റ്റേഡിയത്തിനായി ഭൂമി അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നത്. പ്രമേയം പരിഗണിച്ച് സംസ്ഥാന സർക്കാർ 1 ഏക്കർ ഭൂമിയാണ് വാക്കാട് പ്രൈമറി ഹെൽത്ത് സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തായി അനുവദിച്ചു കൊടുത്തത്. സ്റ്റേഡിയം അനുവദിച്ചിട്ട് 30 വർഷത്തിലേറെയായെങ്കിലും കായിക പ്രേമികൾ ആഗ്രഹിച്ച സ്റ്റേഡിയത്തിലെത്താൻ അന്നത്തെ വെട്ടം പഞ്ചായത്ത് CMT അബ്ദുറഹിമാൻ സ്മാരക സ്റ്റേഡിയത്തിന് കഴിഞ്ഞില്ല. തുടർന്ന് വന്ന ഭരണസമിതികൾക്കും സ്റ്റേഡിയത്തിന് വികസനത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നീട് 2010-15 കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P. സൈനുദ്ദീന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റേഡിയം ബൗണ്ടറി നിർമ്മാണവും റോഡ് നിർമ്മാണവും യാഥാർത്ഥ്യമാക്കിയത്. വെട്ടം പഞ്ചായത്തിൽ നിന്നും ഫുട്ബോൾ, ക്രിക്കറ്റ്, കബഡി മത്സര ഇനങ്ങളിലായി നിരവധി താരങ്ങളാണ് സംസ്ഥാന തലങ്ങളിലടക്കം സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത്. വെട്ടം പഞ്ചായത്ത്, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കായികോത്സവത്തിന്റെ മിക്ക കായിക ഇനങ്ങളും സംഘടിപ്പിച്ചു വരുന്നത് ഈ സ്റ്റേഡിയത്തിലാണ്. ജനമൈത്രി പോലീസ് നേതൃത്വം നൽകിയ ഇൻസൈറ്റ് കായിക പരിശീലന പദ്ധതിക്ക് വേദിയായതും വാക്കാട് സ്റ്റേഡിയമാണ്. (2023-24) വർഷത്തിൽ MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചതായി MLA കുറുക്കോളി മൊയ്തീൻ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ വെട്ടം പഞ്ചായത്തും തിരൂർ ബ്ലോക്ക് പഞ്ചായത്തും 25 ലക്ഷം രൂപ അനുവദിക്കുമെന്നാണ് ഭരണസമിതി അധ്യക്ഷന്മാർ പറയുന്നത്. തീരദേശത്തെ കായിക പ്രേമികളുടെ വളരെ കാലത്തെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ വെട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഈ സ്റ്റേഡിയം ഇവിടെ ഉണ്ടായി. പല ഘട്ടങ്ങളായിട്ട് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. ഇവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾ മത്സരിക്കുന്ന സമയത്തൊരു പ്രധാനം പറഞ്ഞിരുന്നതാണ്, ഇതിൻ്റെ നല്ല രീതിയിലുള്ള ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. മഴയായിരുന്ന സമയത്ത് ഒട്ടും ഇതിലത്ത് വെള്ളം കെട്ടി നിന്ന് ഒരു കാരണവശാലും കളിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരുത്താം, നമുക്ക് ഡ്രൈനേജ് ഉണ്ടാക്കാം, നല്ല രീതിയിലുള്ള ഒരു നവീകരണ പ്രവർത്തനങ്ങൾ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ MLAയുമായി ബന്ധപ്പെടുന്നുണ്ട്. അതിന് തുടർച്ച എന്നോണമാണ് ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു സ്റ്റേഡിയം എന്നുള്ള നിലയ്ക്ക് വന്നത്. അത് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള വെട്ടം ഗ്രാമപഞ്ചായത്തിനാണ്. അപ്പോൾ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ആദ്യം വളരെ താല്പര്യം എടുത്തുകൊണ്ടാണ് 50 ലക്ഷം രൂപ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വെട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും 25 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ഇനി തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, MLA വെക്കുന്ന മുറയ്ക്ക് 25 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലും വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നിലയ്ക്ക് 1 കോടി രൂപയുടെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് നമുക്കിവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കാലത്തെ കായിക പ്രേമികളുടെ ഒരു ആവശ്യം ഇവിടെ നിറവേറ്റാൻ വേണ്ടി പോവുകയാണ്. വെട്ടം പഞ്ചായത്ത് ഒരു തീരദേശ പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനകത്ത് ഒരുപാട് പ്രതിഭകൾ ഫുട്ബോളിലാണെങ്കിലും മറ്റു കായിക ഇനത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് ആളുകൾ ദേശീയ തലത്തിലൊക്കെ ഇപ്പം പങ്കെടുക്കുന്നുണ്ട്. പല കളികളിലും പല ക്ലബ്ബുകളിലും
നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇതുപോലുള്ള പല ക്ലബ്ബുകളിലും കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഒരു മുതൽക്കൂട്ടാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ തീരദേശത്തുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കായിക പ്രേമികൾക്ക് കൂടി അവരുടെയും കൂടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഈ ഒരു ഫണ്ട് വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റേഡിയത്തെ പുനർനിർമ്മിക്കുന്നത്. തീരദേശ കായിക പ്രേമികളുടെ സ്റ്റേഡിയം നവീകരിക്കണമെന്ന പതിറ്റാണ്ടുകളുടെ ആവശ്യം നിറവേറണം. നടപടികൾ വേഗത്തിലാക്കണമെങ്കിൽ രാഷ്ട്രീയം മറന്ന് അധികാരികൾ കൈകോർക്കണമെന്നാണ് വെട്ടം ബോയ്സിനും പറയാനുള്ളത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.